മാവേലി നാടുവാനിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ. ഇന്ന് നമ്മുടെ ഓണം, തിരുവോണം. അപ്പോൾ എൻ്റെ വീട്ടിൽ മാവേലിയൊക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും. അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ? ഹായ് ഹലോ. പണ്ടൊക്കെ മണ്ണിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് മാവേലി ഉണ്ടാക്കാറ്. പക്ഷേ ഇപ്പോൾ എല്ലാം വാങ്ങാൻ കിട്ടും. പക്ഷേ എൻ്റെ വീട്ടിൽ ഇപ്പോഴും പഴയ രീതിയിൽ തന്നെ മണ്ണിൽ നിന്ന് എടുത്ത് എൻ്റെ അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് ഉണ്ടാക്കിയത്. എന്നിട്ട് അവസാനം അതിന് നല്ല ഭംഗിയാക്കി പൂവെല്ലാം കുത്തി പൂജയൊക്കെ കഴിച്ച് വിളക്കൊക്കെ കത്തിച്ച് വയ്ക്കും. അങ്ങനെയാണ് ഓണം നമ്മൾ കൊണ്ടാടാറ്. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പൂടാനും ലേറ്റായി. അങ്ങനെ 10-11 മണിയൊക്കെ ആയി പൂട്ട് കഴിയാനായിട്ട്. അമ്മയാണെങ്കിൽ മുറ്റത്ത് മറ്റേ അരിമാവൊക്കെ വെച്ച് സെറ്റായി അണിഞ്ഞ് ഒരുക്കി. അടുക്കളയിൽ പോയപ്പോഴോ 10 കൂട്ടം കറികളും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ എത്ര മനോഹരമായാണ് അണിയുന്നത്. പിന്നെ അച്ഛനും അമ്മയും കൂടി മാവേലിന് ഒരു വലമൊക്കെ ചുറ്റി അവിടെ കൊണ്ട് വെച്ചു. പിന്നെ പൂജ കഴിക്കാൻ തുടങ്ങി. അച്ഛനാണ് പൂജ കഴിച്ചത്. അമ്മ കൂടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. വീട്ടിൻ്റെ മുന്നിൽ കുറച്ച് മുറ്റുള്ളതുകൊണ്ട് അമ്മ മൊത്തം അവിടെ അണിയുന്നുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞാനും ഏട്ടനും കൂടി പൂക്കളം സെറ്റ് ചെയ്തു. അതിനുശേഷം അമ്മയും ഞാനും ചേച്ചിയും കൂടി പൂവൊക്കെ ഇട്ട് സെറ്റാക്കി. പിന്നെ നേരെ അടുക്കളയിലേക്ക് പോയി. ആദ്യം ഇഷ്ടമാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എണീക്കുമ്പോഴേക്കും പലതും വെച്ച് കഴിഞ്ഞതുകൊണ്ട് തന്നെ എനിക്ക് കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കപ്പയ്ക്ക തീയലായിരുന്നു. സത്യം പറയാലോ, കപ്പയ്ക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഈ കപ്പയ്ക്ക തീയൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അടുത്തുണ്ടാക്കിയത് ബീട്രൂട്ട് പച്ചടിയായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ബീട്രൂട്ട് കൊണ്ട് പച്ചടി ഉണ്ടാക്കുന്നത്. എനിക്ക് ബീട്രൂട്ടും ഇഷ്ടമല്ല, എന്നാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. സദ്യയ്ക്ക് ഒരു കറി എന്ന രീതിയിൽ കഴിക്കാൻ പറ്റുന്നൊരു കറിയായിരുന്നു. 12 കൂട്ടം കറികളും സാമ്പാറും രസവും പപ്പടും പഴവും പായസവും എല്ലാം കൂടി ചേർത്ത് ഒരു 20 ഐറ്റംസൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഏട്ടനും ഞാനും ചേച്ചിയും കൂടിയായിരുന്നു എല്ലാം കൂടി കഴിച്ചതും ഒരുമിച്ചിരുന്നതും. പിന്നെ ഞങ്ങൾ സദ്യവട്ടമൊക്കെ ഒരുക്കി മൊത്തം ഒരു വൈബായിരുന്നു. പിന്നെ ഞാനും അച്ഛനും അമ്മയും കൂടി ലാസ്റ്റ് ഒന്ന് ക്യാമറയ്ക്കൊക്കെ പോസ് ചെയ്ത് ഒരു ചിരി സമ്മാനിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം.